ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ കേരളത്തിലും ലോകമെമ്പാടും തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ ഇതാ മോളിവുഡിൽ നിന്നും ഒരു കൊച്ചു ജയിലർ പുറത്തെത്തിയിരിക്കുകയാണ്. ഒരേ സമയം ഒരേ പേരിൽ രണ്ട് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നു എന്ന അപൂർവ നിമിഷത്തിനും സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിലെ പല പ്രധാന കേന്ദ്രങ്ങളും. ഇന്നലെ മുതൽ രണ്ട് ജയിലറാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ ഏതാണ്, രജനീകാന്തിന്റെ ജയിലർ ഏതാണ് എന്ന് ചോദിച്ച് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ രജനീകാന്താണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ കണ്ടെന്നിരിക്കും. ഇനി ചിത്രത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സക്കീർ മഠത്തിലാണ് ചിത്രം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം ഒരു പീരീഡ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. 1956-57 കാലഘട്ടമൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. ചിത്രം ഒരു യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജയിലറുടെ കഥാപാത്രത്തിനെയാണ് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത്. 5 കൊടും കുറ്റവാളികളുടെ കൂടെ ഒരു ജയിലിൽ കഴിയുന്ന ഒരു ജയിലർ. അവിടുന്ന് ഇവർ രക്ഷപ്പെട്ടു പോകുന്നു. അവരെ പിന്തുടർന്നെത്തുന്ന ജയിലർ അവരുടെ കൂടെ ഒരു ബംഗ്ലാവിൽ ഒരുമിച്ച് താമസിക്കുന്നു. അവിടെ വെച്ച് നടക്കുന്ന കുറെ സംഭവ വികാസങ്ങൾ, അവരെ വെച്ച് ഒരു പുതിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്ന ജയിലർ, അങ്ങനെ പോകുന്നു സിനിമയുടെ ഒരു കാര്യങ്ങളൊക്കെ. ഇനി ചിത്രത്തിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ഷൻ ടീമിനെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം 50 കാലഘട്ടമൊക്കെ അവതരിപ്പിക്കുവാൻ വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ഷൻ ടീം. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും ചിത്രത്തിന്റെ ഒരു ബജറ്റിന്റെ പോരായ്മ എന്ന് പറയുന്നത് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ഷനിലും ഒക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളറിങ്ങിലൂടെയും സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രഫിയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലെ രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ എന്ന നടന്റെ തികച്ചും വ്യത്യസ്തമാർന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ചിത്രത്തിലേത്. കാരണം അദ്ദേഹത്തിന്റെ വളരെ മികച്ച രീതിയിലുള്ള വൈകാരിക നിമിഷങ്ങളും പെർഫോമൻസും ഒക്കെ ഒരുപാട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദിവ്യ പിള്ള, മനോജ് കെ ജയൻ, ഒരു പരിധിവരെ ബിനു അടിമാലി ഒക്കെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലയിടത്തും ഒരു പരീക്ഷണ ചിത്രം എന്ന രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ജയിലർ എന്ന ടൈറ്റിലിനോട് 100% നീതി പുലർത്താൻ ശ്രമിച്ചിരിക്കുന്ന ഒരു സിനിമ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രജനീകാന്തിന്റെ ജയിലർ എന്ന് പറയുന്നതിനകത്ത് ഒരു ഫ്ലാഷ് ബാക്കിലെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജയിലർ എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിൽ ആദ്യ അവസാനം ജയിലറായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇനി ചിത്രത്തിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ഒരു എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം പലയിടത്തും ചിത്രത്തിന്റെ ഗ്രിപ്പ് താഴെ പോകുന്നുണ്ട്. കാരണം ആദ്യ ഭാഗത്താണെങ്കിലും രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് ലാഗിങ്ങും പിന്നെ അതുപോലെ തന്നെ വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് സിനിമ പോകുന്നത്. നമ്മളൊരു എന്റർടൈനർ അല്ലെങ്കിൽ ഇപ്പം സിനിമയുടെ ട്രെയിലർ വളരെ ഒരു ക്വാളിറ്റി ലെവൽ കീപ്പ് ചെയ്തിരുന്ന ഒരു ട്രെയിലർ ആയിരുന്നു. പക്ഷെ ആ ഒരു ട്രെയിലർ നമുക്ക് നൽകിയ ആ ഒരു ഫീലിനോട് 100% നീതി പുലർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിങ്ങും VFX ഒക്കെ ഒരുപാട് ഡ്രോബാക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനു അടിമാലിയുടെ കഥാപാത്രം നേരത്തെ പറഞ്ഞ പോലെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കോമഡി റോളിൽ നിന്നും പെട്ടെന്ന് ഒരു മേക്ക് ഓവർ വന്നപ്പോൾ അതൊരു കോമഡിയായി പോകുന്നത് പോലെയൊക്കെ പലയിടത്തും തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മേക്കിങ്ങിൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ശരിക്കും സിനിമയെ ബാധിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ആസ്വാദന നിലവാരത്തെ ശരിക്കും സിനിമയുടെ ഒരു മേക്കിംഗ്, ഒരു സ്ക്രിപ്റ്റ് പോകുന്നതൊക്കെ ശരിക്കും ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ ആവോളം സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഒരു വട്ടം തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ സിനിമയാണ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ആ ഒരു ചെറിയ ബജറ്റിൽ നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് വളരെ നല്ലൊരു സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ട് ആസ്വദിക്കുക ധ്യാൻ ശ്രീനിവാസന്റെ സക്കീർ മഠത്തിൽ സംവിധാനം ചെയ്ത ജയിലർ.